ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. ലണ്ടനിൽ നിന്ന് പ്ലിമത്തിലേക്കുള്ളൊരു യാത്രയാണ്. അവിടെ പ്ലിമത്ത് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാലോ, നമുക്കൊരു ഓൺലൈൻ ബോട്ടിക്കുള്ള കാര്യം. കൽഹാന കളക്ഷൻസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കൽഹാന കളക്ഷൻ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അവരുടെ ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാം. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാരിയൊക്കെ ഉടുത്ത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിലുള്ള കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ റോഡുകളും റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളും. ഇപ്പം തന്നെ ഞാൻ ഈ നിൽക്കുന്നത് ഒരു ഗോതമ്പ് പാടത്തിൻ്റെ സൈഡിലാണ്. ഇവിടെ ഗോതമ്പാണ് മെയിനായിട്ടും കൃഷി. ഗോതമ്പ്, കടുക് അതൊക്കെയാണ്. അപ്പം നമുക്ക് കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോകാം. നമ്മളിപ്പം ഡാർട്ട്ഫോർഡ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഡാർട്ട്ഫോർഡ് ടണൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടണലാണ്. നമ്മുടെ തെംസ് നദിയുടെ അടിയിൽ കൂടെയാണ് ആ ടണൽ പോകുന്നത്. അതിൻ്റെ മുകളിലത്തെ ബ്രിഡ്ജാണിത്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ബ്രിഡ്ജിൽ കൂടെയാണ്, തിരിച്ചു വരുന്നത് ടണലിൽ കൂടിയാണ്. നമ്മുടെ താമസ സ്ഥലത്ത് നിന്നും പ്ലിമത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 280 മൈലാണ്. 280 മൈല് നമ്മൾ 4.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിച്ചേരും. അതിന് കാരണം ഇന്ത്യൻ നിരത്തുകളിലെ പോലെ ഗതാഗതക്കുരുക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണ് ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത്. അതൊക്കെ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് ചേരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ റോഡാണ്. മോട്ടോർവേ എന്നാണ് ഈ റോഡിന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് 6 വരി പാതയാണ്, ഇടയ്ക്കിടയ്ക്ക് 8 വരിയും. ഇടയ്ക്കിടയ്ക്ക് ബോർഡുകൾ കാണുന്നില്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ്, ടെമ്പററി ബോർഡ് തെളിഞ്ഞു വരും. അല്ലെങ്കിൽ ഇവിടുത്തെ സ്പീഡ് 70 മൈൽസ് പെർ അവർ ആണ്. ഇടയ്ക്ക് എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ റോഡ് വർക്ക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്പീഡ് ടെമ്പററി ആയിട്ട് കുറയും. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഡിസ്പ്ലേ വരും. നമുക്ക് 40 മൈൽസ് ആയിട്ട് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ 50 മൈൽസ് ആയിട്ടൊക്കെ കുറയ്ക്കേണ്ടി വരുവാണെങ്കിൽ. ഇപ്പം നമ്മൾ മോട്ടോർവേയിൽ നിന്ന് വീണ്ടും ഒരു കൺട്രി സൈഡ് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിടയ്ക്ക് വീണ്ടും ഇനിയും മോട്ടോർവേയിൽ കയറുന്നുണ്ട്. ഈ കൺട്രി സൈഡ് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. അതിൻ്റെ പുറകിലേക്ക് മുഴുവൻ പാടശേഖരങ്ങളാണ്. ഫാം ഹൗസുകളും ഈ ഗോതമ്പ് പാടങ്ങളും കടുക് പാടങ്ങളും ചോളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഇംഗ്ലണ്ടിലെ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഈ പച്ചപ്പ് തന്നെയാണ്. ഈ 2 സ്ഥലങ്ങളിലും 2 സൈഡിലും ധാരാളം മരങ്ങളുണ്ട്. അതെനിക്കൊരു വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെങ്ങും കാണാത്തൊരു കാഴ്ച. അപ്പോൾ നമ്മൾ വീണ്ടും മോട്ടോർവേയിൽ കയറി വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, എല്ലാവരും തന്നെ അവനവൻ്റെ ലൈൻ ഫോളോ ചെയ്ത് വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത്. ഇവിടെ നഗരപ്രദേശങ്ങളിലാണ് കൂടുതലും ഷോപ്പുകളും ഷോപ്പിംഗ് മോളുകളും വീടുകളും ഒക്കെ ഉള്ളത്. അല്ലാതെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ഇങ്ങനെ വിജനമായ റോഡുകളും പാടശേഖരങ്ങളും ഒക്കെയാണ്. പട്ടണപ്രദേശങ്ങളിൽ വീടുകളെല്ലാം ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ് ഇവിടുത്തെ വീടുകൾ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. വീടുകളെല്ലാം നിരനിരയായിട്ട് ഒരുമിച്ച് പണിതേക്കും. ബാക്കി സ്ഥലങ്ങളെല്ലാം കൃഷി സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഇവിടെ മെയിനായിട്ടും കൃഷി ചെയ്യുന്നത് ഗോതമ്പ്, കടുക്, ചോളം അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ധാരാളം പശുക്കളെ വളർത്തുന്നുണ്ട് ഇവിടെ. പശുക്കൾ, ചെമ്മരിയാട്, അതുപോലെ തന്നെ പന്നി വളർത്തലുണ്ട്. അങ്ങനെ ധാരാളം ഫാം ഹൗസുകളുണ്ട് ഇവിടെ. ധാരാളം കൃഷിക്കാരും ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കൺട്രി സൈഡ് റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് അത്ഭുതം തോന്നും. ഇവിടെ ട്രാക്ടർ ഓടിച്ചു പോകുന്ന ഇംഗ്ലീഷുകാരെയൊക്കെ കാണുമ്പോൾ അവർ നല്ല വളരെ പ്രൗഡായിട്ടാണ് ട്രാക്ടറൊക്കെ ഓടിച്ച് സ്വന്തമായിട്ട് നിലമൊക്കെ ഉഴുത് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കൃഷി ആരംഭിക്കുന്നത് ശൈത്യകാലത്താണ്. അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. അത് ഇവിടുത്തെ കൊടും ശൈത്യമാണ്. ആ സമയത്ത് നല്ല തണുപ്പാണ്. ആ സമയത്താണ് ഇവിടെ നിലമുഴുത് ഇവിടെ ധാന്യങ്ങളൊക്കെ വിതയ്ക്കുന്നത്. എന്നിട്ട് ഈ
ശൈത്യകാലത്ത് ഈ ധാന്യമണികൾ ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ കിടന്നു കഴിഞ്ഞിട്ട് ഒരു സ്പ്രിങ് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും അത് മുളച്ച് വന്ന് പൂത്ത് കായ്മണികളൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് സമ്മർ ആകുമ്പോഴാണ് അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് മെതിക്കുന്നതും കൊയ്യുന്നതും. അതുപോലെ തന്നെ കച്ചിയൊക്കെ വലിയ വലിയ റോളുകളായിട്ട് മെഷീൻ കൊണ്ട് തന്നെ കെട്ടി ഇങ്ങനെ ഈ പാടശേഖരങ്ങളിൽ തന്നെ ഇങ്ങനെ ശേഖരിച്ചേക്കുന്നതും അവിടുന്ന് വലിയ വലിയ വണ്ടികളിൽ വന്ന് അതൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഇനി സമ്മർ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ഈ യാത്രയിൽ ഞങ്ങൾ 1-2 ഷോർട്ട് ബ്രേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സർവീസ് സ്റ്റേഷനുകളിലൊക്കെ കയറിയിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി കഴിയുമ്പം ഈ വീഡിയോ ടു ലെങ്തി ആയി പോവും. ഇന്നത്തെ എൻ്റെ വീഡിയോസിൽ മെയിനായിട്ടും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ റോഡിൻ്റെ കാഴ്ചകൾ, ഇവിടുത്തെ പാടങ്ങൾ, അതുപോലെ ഈ റോഡിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ കച്ചവടവുമായിട്ട് നിൽക്കുന്ന ചെറിയ കൃഷിക്കാർ, അങ്ങനത്തെ കാഴ്ചകൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. ഇവർ ഗ്രീനറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകൾ പണിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ 2 സൈഡിൽ കൂടെയും വൃക്ഷങ്ങളുടെ തൈകൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് ദൂരെ മലമുകളിൽ കാണുന്നത് സ്റ്റോൺഹെഞ്ച് ആണ്. അതിവിടുത്തെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. അങ്ങോട്ട് പോകാനുള്ള യാത്രക്കാരുടെ തിരക്കുണ്ട് വഴിയിൽ. അത് കാരണമാണ് ഇവിടെ നമുക്ക് കുറച്ച് ട്രാഫിക് ഹോൾഡ് വന്നത്. ഇപ്പം നമ്മുടെ പാത ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്.
ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഒരു പയ്യൻ അവൻ്റെ ഫാമിൽ നിന്നുള്ള സ്ട്രോബെറീസ് കൊണ്ടുവച്ച് കച്ചവടം ചെയ്യുവാണ്. ഇങ്ങനെ ധാരാളം ഫാമേഴ്സ് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ അവരുടെ സ്വന്തം പ്രോഡക്ട്സ് കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അവരുടെ അടുത്ത് നിന്ന് കുറച്ച് സ്ട്രോബെറിയും വാങ്ങി അവരോട് കുശലാന്വേഷണം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇങ്ങനത്തെ കൺട്രി സൈഡ് റോഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലത്തെ ഫാമേഴ്സ് ഇങ്ങനെ അവരുടെ പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്ട്രോബെറി സീസണാണ്, അപ്പോൾ അതാണ് സ്ട്രോബെറി കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചെറിയുടെ സീസൺ ആകുമ്പം അവർ ചെറിയുമായിട്ടായിരിക്കും വരുന്നത്. നമ്മളെപ്പോൾ കണ്ടാലും ഇവരുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ. അവരുടെ ഹാർഡ് വർക്കും അവരുടെ എഫേർട്ടും ഒന്നും നമ്മൾ കാണാതെ പോകരുതല്ലോ. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ നല്ല ഓർഗാനിക് സാധനങ്ങളല്ലേ, അവർക്കതൊരു ചെറിയ സപ്പോർട്ടും ആവും. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ അവരെ കാണുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങാറുണ്ട്. ഈ പാടത്ത് അങ്ങിങ്ങായിട്ട് ചെമ്മരിയാടുകൾ നിന്ന് പുല്ല് മേയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കുറച്ച് ഡിസ്റ്റൻറ്റ് വ്യൂ ആയതുകൊണ്ട്. അപ്പം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ആ സൈഡിൽ കണ്ടോ കടുക് പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു പുതിയ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രണ്ട് സൈഡിലും അവർ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം പണികളോടൊപ്പം തന്നെ അവർ വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഗോതമ്പ് പാടമാണ്. അതിൻ്റെ പുറകിലേക്ക് കുന്നുമുകളിൽ കാണുന്നത് കടുക് പാടങ്ങളാണ്. കടുകിൻ്റെ പൂക്കളാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത്. ഇപ്പോൾ അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞ് തീരാറായി. ഒരു ഏപ്രിൽ മാസത്തിലാണ്, ഏപ്രിൽ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പീക്ക് ടൈം. ആ സമയത്ത് നമ്മൾ ഇംഗ്ലണ്ടിലെ റോഡുകളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മഞ്ഞ പട്ട് വിരിച്ച പോലെ ഇങ്ങനെ കടുക് പാടങ്ങൾ പൂത്ത് നിൽക്കുന്ന കാണാൻ പറ്റും. ഇതിപ്പോൾ പല പല ആൾക്കാരുടെ പാടങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് ബോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ്, അപ്പുറത്തേക്ക് കടുക്, അതിനപ്പുറത്തേക്ക് ചോളം, അങ്ങനെയൊക്കെയാണ് കൃഷി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധാരാളം കൃഷിയുണ്ട് ഇവിടെ, ധാരാളം ഫാമേഴ്സും ഉണ്ട്. ആ കടുക് പാടം കുറച്ച് ദൂരെയായിട്ടാണ് കേട്ടോ. ഞാനിത് സൂം ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് അടുത്താണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.